വി ശിവദാസൻ MP കഴിഞ്ഞ 3 ദിവസമായി ഡൽഹിയിൽ ഈ സമരക്കാരെ നേരിട്ട് കാണുന്ന, അവരോട് സംസാരിക്കുന്ന ആളാണല്ലോ താങ്കൾ. ഇപ്പോൾ ഇവിടെ BJP ആരോപിക്കുന്നത് സമരക്കാർ ആക്രമണം കാണിക്കുന്നു, അവർ പോലീസിനെ ആക്രമിക്കുന്നു, വാഹനങ്ങൾ തകർക്കുന്നു, അങ്ങനെ അരാജകത്വം ഉണ്ടാക്കുന്നു എന്നാണ്. വസ്തുതയാണോ? എന്താണ് താങ്കൾക്ക് അക്കാര്യത്തിൽ നേരിട്ട് കണ്ട അനുഭവത്തിൽ? നിങ്ങൾ ഒന്ന് ഈ ഹൈഡ്രജൻ ട്രെയിനിന് ബോംബെറിഞ്ഞു, കല്ലെറിഞ്ഞു എന്നൊക്കെ പറയുന്ന ആളുകൾ എങ്ങനെയാണ് ഈ സമരത്തെ നോക്കിക്കാണുന്നതെന്ന് എനിക്കറിയില്ല. ഈ സമരം തികച്ചും ന്യായമായ ആവശ്യവുമായിട്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരമാണ്. ഏറ്റവും സമാധാനപരമായ നിലയിൽ ആരംഭിച്ച സമരം. ആ സമരത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് വലിയൊരു ജനക്കൂട്ടം എത്തിച്ചേർന്നു. വിവിധ സംഘടനകൾ അവരുടെ ബാനറിൽ അവരുടേതായ മുദ്രാവാക്യങ്ങളുമായി ചേർന്ന് വ്യത്യസ്തമായ കോണുകളിൽ സമരം നടത്തി. എന്നാൽ അവരെല്ലാം പൊതു ആവശ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടായി. കോൺഗ്രസ് ആദ്യ ദിവസങ്ങളിൽ അവർ എന്തുകൊണ്ടോ കാരണങ്ങളാൽ സമരത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നലെ അവരും ആ യോജിച്ചല്ലെങ്കിലും മറ്റൊരു സമരം അവർ നടത്തുകയുണ്ടായി. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എന്തൊക്കെയോ തിരക്കോ മറ്റോ എന്തോ ആയതുകൊണ്ടാവാം കോൺഗ്രസ് ഇതുവരെ അതിനകത്ത് ജോയിൻ ചെയ്യാതിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലത്തെ സമരം പ്രത്യേകമായിട്ട് അവർ നടത്തുന്നതായിട്ട് കാണുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആകെ നടത്തിയ പരീക്ഷകളെക്കുറിച്ചും അവിടെയുള്ള ജീവനക്കാരുടെ എണ്ണത്തെക്കുറിച്ചും പരീക്ഷയുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത ഫീസിനെ കുറിച്ചുമാണ്. NTA 2013 കോൺഗ്രസിൻ്റെ കാലത്താണ് ഇത്തരത്തിലുള്ളൊരു പ്രപ്പോസൽ, രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ളൊരു പ്രപ്പോസൽ രൂപപ്പെടുന്നത്. 2018 അത് പ്രായോഗികാർത്ഥത്തിൽ BJP കൊണ്ടുവരുന്നു. 2018 മുതൽ ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള വിവിധ പരീക്ഷകളിൽ എത്ര പരീക്ഷകളിലാണ് ചോദ്യപേപ്പർ ലീക്കായിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. എന്നാൽ നമ്മുടെ എല്ലാം മുമ്പിൽ ഒരു കണക്കുണ്ട്. അത് 100-ലധികം പരീക്ഷകളുടെ ചോദ്യപേപ്പർ ലീക്കായതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ്. എത്ര പരീക്ഷകളാണ് രണ്ടാമതും നടത്തേണ്ടി വന്നിട്ടുള്ളതെന്ന് ചോദ്യം ചോദിച്ചു. അതിനും മന്ത്രി മറുപടി നൽകിയില്ല. നമുക്കറിയാം 50ഓളം പരീക്ഷകൾ വീണ്ടും നടത്തേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷകളുടെ കൂട്ടമായ നിലയിൽ പേപ്പർ ലീക്കാവുന്നു, പരീക്ഷയാകെ താറുമാറാവുന്നു. 50-ലധികം പരീക്ഷകൾ പരീക്ഷാ നിലയിൽ നടത്തേണ്ടി വരുന്നു. 20-ലധികം വിദ്യാർത്ഥികൾ പരീക്ഷാ സമ്മർദ്ദവും വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്ന സാഹചര്യവും, താൻ എഴുതിയ പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ള പരീക്ഷ അത് റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്തതിൻ്റെ തെറ്റായ റിസൾട്ടിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്ന നിലയുണ്ടാവുന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംവിധാനം എന്നുള്ളത്. ഈ പരീക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായി എത്ര ജീവനക്കാരാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ആ സ്ഥാപനത്തിൻ്റെ ഘടനയെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, അതൊരു സ്വയംഭരണ സ്ഥാപനമാണ്, സെൽഫ് ഫൈനാൻസിങ് മോഡിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനം. അവിടെ എത്ര ജീവനക്കാരാണ് ഉള്ള ചോദ്യത്തിന് ഒരൊറ്റ സ്ഥിരം ജീവനക്കാരനുമില്ലാതെ പ്രവർത്തിക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള സമീപനത്തിൻ്റെ അടയാളമാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഒരൊറ്റ സ്ഥിരം ജീവനക്കാരനില്ല. നിങ്ങൾക്കറിയോ, അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കേവലം 24 ജീവനക്കാരാണ്. ഈ 24 ജീവനക്കാരെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഡെപ്യൂട്ടേഷനിൽ നിശ്ചയിച്ചിട്ടുള്ള ആളുകളാണ്. അവർ തന്നെ പറയുന്നു 37 ജീവനക്കാരെ ഡെപ്യൂട്ടേഷനിൽ നിശ്ചയിക്കാൻ അനുമതി കൊടുത്തിരുന്നു. എന്നാൽ 24 ആളുകൾ മാത്രമാണ് അവിടെയുള്ളത്. 72 ആളുകൾ പ്രവർത്തിക്കുന്നത് ഔട്ട്സോഴ്സിങ്, പുറംകരാർ ജോലി പ്രകാരമാണ്. പുറംകരാർ കൊടുത്തിട്ടുള്ളവരും ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ളവരും മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്. നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേരിട്ട് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. അപ്പോൾ അവരുടെ പരീക്ഷകളെല്ലാം താളം തെറ്റിയപ്പോൾ, അവരുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളെല്ലാം താളം തെറ്റുമ്പോൾ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം ആർക്കാണ്? ഇനി മറ്റൊന്ന്, ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഫീസാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് ഇപ്പോൾ തന്നെ 6 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് 2026 മാത്രമെന്ന് അവർ പറഞ്ഞു. തൊട്ട് മുമ്പിലത്തെ വർഷം 11 ലക്ഷത്തിലധികം 1 കോടിയിലധികം ആളുകളുടെ കണക്ക് വരികയുണ്ടായി. 1 കോടിയിലധികം ആളുകൾ, ഇങ്ങനെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു പരീക്ഷാ സംവിധാനം. അവർ ഓരോ വർഷവും കളക്ട് ചെയ്തിട്ടുള്ള ഫീസ് നിങ്ങൾ എടുക്കുക. 2018 5 കോടി. കേൾക്കുക അഭിലാഷ്, 2018 5 കോടി. അത് വർദ്ധിക്കുന്നു. 2023 വരെയുള്ള കണക്ക് മാത്രമാണ് ഈ ഗവൺമെൻറ് തന്നിട്ടുള്ളത്. ആ കണക്ക് പ്രകാരം തന്നെ 13 കോടിയിലേക്ക് എത്തുകയാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് ഭീകരമായിട്ടുള്ള ഫീസ് പിരിച്ചുകൊണ്ടാണ് ഇവർ പരീക്ഷ നടത്തുന്നത്. ഒരു പരീക്ഷ രണ്ടാമത് നടത്തുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടാവുന്ന അമിത സാമ്പത്തിക ഭാരമുണ്ട്, അവർക്കുണ്ടാവുന്ന മാനസിക സമ്മർദ്ദമുണ്ട്. ഇതൊക്കെ നാം പരിഗണിക്കേണ്ടതല്ലേ? ഇവിടെ
ഈ സമരം ഏറ്റവും ന്യായമായ മുദ്രാവാക്യവുമായി നടത്തുന്ന സമരം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യമായിട്ടുള്ള സമരം, ആ സമരത്തെ നിന്ദ്യമായ നികൃഷ്ടമായ നിലയിൽ വേട്ടയാടുകയാണ് യൂണിയൻ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ പോലീസ് ചെയ്തിട്ടുള്ളത്. പാവപ്പെട്ട കുട്ടികളെ, വിദ്യാർത്ഥികളെ തെരുവിലിട്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള MP-മാർ, നമ്മുടെ ബ്രിട്ടാസ് ഉണ്ടായി, റഹീം ഉണ്ടായി, ഞങ്ങളൊക്കെ ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിച്ചതിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോലീസ് വാഹനത്തിലിട്ട് 25ഓളം വിദ്യാർത്ഥികളെ വാഹനത്തിൻ്റെ ഡോറൊക്കെ പൂട്ടിയിട്ട് അതിനകത്തിട്ടിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികളെ ബഹളം വെച്ച് വാഹനത്തിൻ്റെ ഡോറ് തുറന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തെരുവിൽ അടികിട്ടി വീണ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അവരുടെ രൂപം എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇവിടെ വന്നിട്ടുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട്. എന്താണ്? BJP-യുടെയും RSS-ൻ്റെയും ചിലർ അവർ ഈ സംഘർഷത്തിൽ അവിടെ സംഘർഷം ഉണ്ടാക്കിയിട്ട് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയുള്ള ചില റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് ഒപ്പം നിന്നുകൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ RSS കൂടി വന്നു എന്നുള്ളതാണ് ചിലർ ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വസ്തുതകൾ കൂടുതൽ വ്യക്തമായി വരേണ്ടതുണ്ട്. ഏതെല്ലാം നിലയിലുള്ള നീക്കാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ നീക്കത്തിനെതിരായി എല്ലാവരും, എല്ലാ സംഘടനകളും, ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായിട്ട് ഈ സമരത്തിന് പിന്നിൽ എഴുന്നേൽക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. RSS-ൻ്റെയും BJP-യുടെയും പ്രചരണമുണ്ട്. അവർക്ക് വേണ്ടി കൊഴിലൂത്തുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ പരാമർശിച്ച ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഗോദി മീഡിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മാധ്യമങ്ങൾ നടത്തുന്ന കള്ളക്കണക്കുകൾ, പ്രചരണമൊക്കെ ഉണ്ട്. ഒരു പത്രത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് 1-ാം പേജിൽ അവർ കൊടുത്തത് 600 ചില്ലാനം പോലീസുകാർക്ക് പരിക്ക് പറ്റി എന്നുള്ള വാർത്തയാണ്. വാർത്ത കൊടുക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റിയതിനെക്കുറിച്ച്, അവരടിയേറ്റ് വീണ് ആശുപത്രിയിൽ എത്തിയതിനെക്കുറിച്ച് പത്രം എഴുതുന്നില്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളുടെ പക്ഷപാതത്തിൽ ഉൾപ്പെടെ തുറന്നു കാട്ടപ്പെടുന്ന ഒരു സമരമായിട്ട് ഇത് മാറും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.